ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ. അതെന്തിനാണെന്നറിയോ? ചെറിയൊരു സാമ്പാർ വെക്കാനേ. അതേ, ഞാൻ വെള്ളരിക്ക, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, ബീൻസ്, അമരപ്പയർ, വഴുതനങ്ങ, പൊട്ടറ്റോ, ടൊമാറ്റോ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അത് കട്ട് ചെയ്യുവാണ് കേട്ടോ. ചേന നമ്മൾ കഴുകാൻ പാടില്ലല്ലോ, അരിഞ്ഞതിന് ശേഷമല്ല ചേന കഴുകാൻ പാടുള്ളൂ. അപ്പോൾ ചേന ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ 1-2 വട്ടം നല്ലതായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. ഓൾറെഡി വാഷബിൾ ആണ് എങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഒന്നുകൂടെ ഉപ്പിട്ട വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകി മാറ്റി. കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറി ഇട്ട് തന്നെയാണ് ഞാൻ സാമ്പാർ വെക്കാറുള്ളത്. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തോർന്നതിന് ശേഷം നമുക്ക് വഴറ്റിയെടുക്കാൻ ഞാൻ സെപ്പറേറ്റ് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. കുക്കറിൽ ഒരുമിച്ച് വെണ്ടയ്ക്ക എടുത്തില്ല. ഇത് നന്നായിട്ടൊന്ന് തോരണമെങ്കിൽ മാത്രമേ നന്നായിട്ട് മൂക്കത്തുള്ളൂ, അല്ലെങ്കിൽ കുഴഞ്ഞിട്ട് ഇരിക്കും. അപ്പോൾ ഇനിയും കുറച്ച് തോമര നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് തോമരയെ എടുത്തിട്ടുള്ളൂ. നല്ലതായിട്ട് ഈ തോമര കൂടിയാൽ എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പാർ നന്നായിട്ട് കുറുകിപ്പോവും. നല്ല തോമരയും ഞാൻ വാഷ് ചെയ്തെടുത്തിട്ട് ഈ കുക്കറിലോട്ട് തോമരയും ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുക്കറിൽ എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ 3-4 ഐറ്റം മാത്രമേ ഇടുന്നുള്ളൂ. ഇട്ടിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്കർ വെക്കുകയാണ് കേട്ടോ. ഇത് ഒരു വിസിലടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് സ്ലോയിൽ വെക്കും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് തോർന്ന് വന്നു. ആ വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. വെണ്ടയ്ക്ക കണ്ടില്ലേ, അത് ഒരു ഇഞ്ച് ഇതിൻ്റെ ഈ കനത്തിൽ ഈ നീളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള കറിവേപ്പില, വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടു. പുളിവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാളൻ പുളിയാണ് കേട്ടോ, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് കടുക് പൊട്ടിക്കാൻ പോവാണ്. ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കണ്ടില്ലേ, ഇത് ഉള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ വെണ്ടയ്ക്കയും കൂടെ ആഡ് ചെയ്യണം. വെണ്ടയ്ക്ക നന്നായിട്ട് മൂക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ നല്ലതായിട്ട് ഒന്ന് മൂക്കണം വെണ്ടയ്ക്ക. ഇത് കണ്ടില്ലേ, ഇതിനകത്താണ് ഇത് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ സാമ്പാർ പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും ആഡ് ചെയ്യും. ഉലുവാപ്പൊടി ഞാൻ ഇട്ടു. ഇനി കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടി, ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത് ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ പുളിവെള്ളം വെണ്ടയ്ക്ക വഴറ്റിയ മിക്സിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കിയിട്ട് പുളിവെള്ളവും നമ്മുടെ പൊടി വർഗ്ഗങ്ങളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണം. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടു.
നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് സാമ്പാറിലോട്ട് താളിച്ച് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അത് ഇവിടെ ഇരുന്നിട്ട് സ്ലോയിൽ നന്നായിട്ട് തിളച്ചോളും. കണ്ടോ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം പോലാണ് വെച്ചേക്കുന്നത്, കാരണം ഇവിടെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. അപ്പോൾ ഇഡലിയുടെ കൂടെ നമുക്ക് കുറച്ച് ചാറ് കുറുകിയല്ലാതെ നീണ്ടിരിക്കണം, കുറച്ച് ചാറ് ഗ്രേവി അധികമായിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ തോമര കുറച്ചിടുന്നത്, ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മേക്ക് ചെയ്യുന്ന എൻ്റെ രീതിയിലുള്ള സാമ്പാർ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.